വെൽക്കം ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി. ബാച്ചിലേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബീഫ് ബിരിയാണി, കുക്കർ ബിരിയാണി ആയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. കുക്കറിൽ ബിരിയാണി വെക്കുമ്പോൾ പലർക്കും പല ഡൗട്ടുകളാണ്. ഇത് കുഴഞ്ഞു പോവുമോ, എത്ര ഗ്ലാസ് വെള്ളം വേണം, അങ്ങനെയുള്ള പല ഡൗട്ടുകളും. അപ്പോൾ ഒരു അടിപൊളി കുക്കർ ബിരിയാണി ആയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. ഇതിൻ്റെ കറക്റ്റ് ടെക്സ്ചർ എടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ആ ബിരിയാണി പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും. കുഴഞ്ഞു പോകത്തുമില്ല, എന്നാൽ വേവ് കുറയുമില്ല. അപ്പോൾ നമുക്കിനി നേരെ റെസിപ്പിയിലേക്ക് പോയാലോ. അപ്പോൾ ഈ ഒരു ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കിയ എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ്. എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് എപ്പോഴും ബിരിയാണിക്കായാലും വരട്ടാനായാലും ഒക്കെ ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ അങ്ങനെ 1 കിലോ ബീഫ്, അതിലേക്ക് 5 ഉള്ളി, സവാള ഇങ്ങനെ അരിഞ്ഞിട്ടുള്ള, നമ്മൾ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്തിട്ട് അതും, അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി 3ഉം കൂടെ ചതച്ചെടുത്തത്, അരക്കണ്ട, ചതച്ചാൽ മതി. അത് കറക്റ്റ് 2 ടേബിൾ സ്പൂണ്. നമ്മളിത് വഴറ്റുന്നൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ബീഫിലേക്ക് നന്നായിട്ട് മാരിനേഷൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ടൊമാറ്റോ, 4 വലിയ ടൊമാറ്റോ ചെറുതാക്കി കട്ട് ചെയ്തിട്ട്, പിന്നെ അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന്, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, മല്ലിപ്പൊടി 1 ടീസ്പൂണ്, പെപ്പർ പൗഡർ 1 ടീസ്പൂണ്, 3ഉം ഓരോ ടീസ്പൂൺ വീതം ഇട്ടിട്ട് നന്നായിട്ട് തന്നെ കൈകൊണ്ട് കുഴച്ചെടുക്കുക. ഈ ഒരു മാരിനേഷൻ നമ്മൾ 1 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ പറയാനില്ല, ബീഫിലൊക്കെ നല്ല മസാല നന്നായിട്ട് തന്നെ പിടിക്കും. അപ്പോൾ ആ മാരിനേഷന് മുമ്പായിട്ട് തന്നെ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് ഗീ, അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ മിക്സാക്കിയതിന് ശേഷം നമ്മൾ മാരിനേഷൻ ചെയ്തിട്ട് 1 മണിക്കൂർ വെക്കാം. മാരിനേഷൻ 1 മണിക്കൂർ വെച്ചാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ആ ബീഫിലൊക്കെ ഉപ്പും പുളിയും ആ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ടൈമില്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ചെയ്തുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പ്രഷർ കുക്കറിലേക്ക് നമ്മൾ ഈ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫും അതിലേക്ക് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കുക, വല്ലാണ്ട് കൂടി പോകണ്ട, വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക. ഒരു 45 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ബീഫ് വേവിച്ചെടുക്കുന്നത്, ഹൈ ഫ്ലെയിമിലല്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഒരു 45 മിനിറ്റ് വേവിച്ചെടുത്തപ്പോൾ ഇത് അത്യാവശ്യം അതിൽ വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടണം. അപ്പോൾ ബീഫൊക്കെ ഇത് അത്യാവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ജീരകശാല അരിയാണ് നമ്മൾ ഈ ഒരു കുക്കർ ബിരിയാണിക്ക് യൂസ് ചെയ്യുന്നത്. അതാണ് ടേസ്റ്റ്. കൈമ റൈസ് അല്ലെങ്കിൽ ജീരകശാല അരി എന്നൊക്കെ പറയുന്ന റൈസാണ്. അപ്പോൾ അത് ഈ ഒരു ജീരകശാല അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് അവിടെ വെക്കണം. ബീഫ് മസാല നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് വെള്ളം ഉണ്ട് എന്ന് പറഞ്ഞില്ല, അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ആ വെള്ളമുള്ളത് ഒന്നും കൂടെ വറ്റി വരണം. അതിനുശേഷം നന്നായിട്ട് വറ്റിയും പോകരുത് കേട്ടോ, ആവശ്യത്തിന് വെള്ളം വേണമല്ലോ. അപ്പോൾ പിന്നെ അതിന് ശേഷം നമ്മൾ മല്ലിയില, പുതിന ഓരോ ടേബിൾ സ്പൂൺ വീതം ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇല്ലെങ്കിൽ നമുക്കപ്പോൾ ആ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കാം. ബിരിയാണി വെക്കാനുള്ള വെള്ളവും അതിൻ്റെ ഇടയ്ക്ക് തിളച്ച് വരുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു മസാലയിലേക്ക് 2 ടേബിൾ സ്പൂണോളം തൈര്, പുളിയില്ലാത്ത കട്ട തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ല, ഒന്ന് കുറുകി വന്ന് ഒരു വെള്ളം പോലുള്ള ടെക്സ്ചറൊക്കെ മാറി. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. അധികം മിക്സ് ആക്കണ്ട കേട്ടോ. ഇനി നമ്മളിതിൻ്റെ മുകളിലേക്കാണ് ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്, പച്ചവെള്ളമല്ല, ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോഴേ ആ കറക്റ്റായിട്ട് നമുക്ക് അരിയൊക്കെ പാകത്തിന് വെന്ത് കിട്ടുള്ളൂ. 5 ഗ്ലാസ് അരിക്ക് 7.5 ഗ്ലാസ് വെള്ളമാണ് ആവശ്യമുള്ളത്. അതായത് ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ. അപ്പോൾ ഞാനിവിടെ 5 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. കാരണം ഒരു 2.5 ഗ്ലാസ് അറൗണ്ട് വെള്ളം ഈ ഒരു ബീഫ് ഗ്രേവിയിൽ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഏലക്കായ, പട്ട, ഗ്രാമ്പൂ, പിന്നെ പട്ടയുടെ ഇല എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് എന്തായാലും കുറവായിരിക്കും, നമ്മളിപ്പോൾ വെള്ളവും റൈസൊക്കെ ആഡ് ചെയ്തില്ലേ, അപ്പോൾ ഉപ്പ് എപ്പോഴും കുറവായിരിക്കും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് കുക്കർ അടച്ചു വെക്കാം. അങ്ങനെ കുക്കർ അടച്ചു വെച്ചിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ ഈ കുക്കർ തുറക്കുമ്പോൾ ഈ ഒരു പ്രഷർ കളഞ്ഞിട്ട് വേണം എപ്പോഴും കുക്കർ തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രഷർ ആദ്യം കളഞ്ഞിട്ട് നമുക്ക് കുക്കർ തുറന്ന് നോക്കാം.
ഇത് കണ്ടില്ല, നമ്മുടെ ബിരിയാണിയൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല, വെന്ത് പോയിട്ടില്ല. ബീഫും അതുപോലെ തന്നെ റൈസൊക്കെ കറക്റ്റ് ആ ഒരു പാകത്തിന് തന്നെ, വല്ലാണ്ട് ആ ഒരു തവിയിട്ടിട്ട് ഇളക്കണ്ട. അപ്പോൾ കൂടുതൽ നമ്മൾ നന്നായിട്ട് സ്ട്രെസ് ചെയ്ത് ഇളക്കിയാൽ ആ റൈസൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിനി സെർവ് ചെയ്യാം. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന, അത്യാവശ്യത്തിന് എരിവും പുളിയൊക്കെ ഉള്ള നല്ല അടിപൊളി ബിരിയാണിയാണ്. പിന്നെ കുഴഞ്ഞു പോണ ഒരു ടെൻഷനോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ആരെങ്കിലും വീട്ടിൽ പെട്ടെന്ന് വരികയാണെങ്കിലും അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ, പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ? ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനിയും പുതിയ പുതിയ റെസിപ്പീസുമായിട്ടൊക്കെ വരുന്നവരേക്കും ട്രൈ ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി.